ഇന്നർ പെരിമീറ്ററിനകത്ത് നിങ്ങൾക്കറിയാമല്ലോ, ഇലക്ഷൻ കൊടുത്തില്ലേ, ഇന്നർ പെരിമീറ്ററിനകത്ത് കേന്ദ്രസേനയല്ലാതെ പോകാൻ സാധിക്കുന്ന രണ്ട് പേർ, ഒന്ന് കലക്ടറും ഒന്ന് ഡിസ്ട്രിക്ട് പോലീസ് ചീഫുമാണ്. അതെല്ലാവർക്കും അറിയാം. അവിടെ പ്രവേശിച്ചതിന് കലക്ടറാണ് അനുമതി കൊടുത്തതെങ്കിൽ ഞങ്ങളോട് പറഞ്ഞ അല്ലാന്ന് പറഞ്ഞേ. അങ്ങനത്തെ രണ്ടാമത് കൊയിലാണ്ടി നോട്ടീസ് അയച്ചു. ഈ രണ്ടു പേരിലും കലക്ടറുടെ ഭാഗത്തുനിന്നും ആക്ഷൻ വേണ്ട സാഹചര്യത്തിൽ കലക്ടറുടെ നടപടി ദുരൂഹതയുണ്ട്. അതെ, അറിയിക്കും. എൻ്റെ അടുത്ത് ഞങ്ങളുടെ അടുത്ത് കലക്ടർ പറഞ്ഞത് അവിടെയാണ്. അതാ ഞാൻ പറഞ്ഞത്. ഞാൻ BSF എന്നോട് പറഞ്ഞത് BSF ഓഫീസറിന്റെ മീറ്റിംഗ് വിളിക്കും, BSF ഓഫീസറിന് കത്തയക്കും, കൊയിലാണ്ടി നോട്ടീസ് അയക്കും, വേണ്ട നടപടി ഉണ്ടാവും. ഇന്നലെ രാത്രി ഉണ്ടായിരുന്നു. ഇല്ല, അതായത് അവർ സോഫ്റ്റ്വെയറുടെ, കാരണം ഞങ്ങളൊക്കെ പോകുമ്പോൾ അവിടെ ഫോൺ എടുക്കാൻ പറ്റില്ല, സോഫ്റ്റ്വെയറിൽ ഉദ്യോഗസ്ഥരാണ് 4 പേർ. ഞാൻ പോയപ്പോൾ അവിടെ 6 പേരാണ് ഉണ്ടായിരുന്നത്. 4 പേര് സോഫ്റ്റ്വെയർ ഉദ്യോഗസ്ഥരും ഒരു JS-ഉം ഒരു RO, 6 പേര് അവിടെ ഉണ്ടായിരുന്നു പറഞ്ഞത്. അവരുടെ ഞാൻ മാത്രമല്ല, ഇതിൽ മനസ്സിലാക്കേണ്ടത് എല്ലാം ഡിജിറ്റൽ അല്ലേ, ലാപ്ടോപ്പുമായി പോകേണ്ട കാര്യം എന്താ അവിടെ? ഇനി ഈ കാര്യങ്ങൾ വെരിഫൈ ഓഫീസ് ചെയ്താൽ പോരെ. ഞാൻ ഇപ്പോഴും ഇവിടെ പറയുന്നു, ഇതുണ്ടായ നടപടി ഇത് ഫലത്തിനെ ബാധിക്കുമെന്നൊന്നും ഞാൻ പറയുന്നില്ല, അല്ലെങ്കിൽ വേറെ രീതിയിൽ തെരഞ്ഞെടുപ്പ് ഫലത്തേക്ക് ആശങ്ക കൊണ്ടല്ല പറഞ്ഞത്. ഈ നടപടി നമ്മുടെ പൊതുജന മനസ്സിൽ സംശയം നടപടി ഇത് ഗുരുതരമായ തെറ്റാണ്. സ്ട്രോങ് റൂം തുറന്നു ഞങ്ങൾ ഇപ്പോഴും പറഞ്ഞില്ലല്ലോ. സ്ട്രോങ് റൂം എന്ന് ബോർഡ് എഴുതിയ മെറ്റീരിയലാണ് തുറന്നത്. സംശയമില്ല, സ്ട്രോങ് റൂം തുറന്നിട്ടില്ല. അവിടെയാണ്, അതായത് ഇവിടെ 2 കുറ്റാണ്. ഈ മെറ്റീരിയൽ റൂം തുറക്കാറുണ്ട്, പക്ഷേ ആ മെറ്റീരിയൽ റൂം ഇന്നർ പെരിമീറ്ററിലായിരിക്കില്ല, ഇതിലായിരിക്കില്ല. രണ്ടാമുണ്ട്, ഈ മെറ്റീരിയൽ റൂമിൻ്റെ പുറത്ത് എഴുതിച്ചിരുന്നത് സ്ട്രോങ് റൂം എന്നാണ്. ഇത് 2ആണ്. മൂന്നാമത്തെ കാര്യം, അവിടെ പ്രവേശിച്ചത് അനുമതിയില്ലാത്ത ആളുകളാണ്, പ്രവേശിക്കാൻ പറ്റാത്ത ആളുകളാണ്. സ്ഥാനാർത്ഥിക്ക് പോലും സ്ട്രോങ് റൂം പരിസരത്ത് പോകണമെന്നുണ്ടെങ്കിൽ ഡിസ്ട്രിക്ട് ഇലക്ഷൻ ഓഫീസറുടെ പെർമിഷൻ വാങ്ങി BSF-കാർ അനുവദിക്കണം. അത് തന്നെ ഞങ്ങൾക്ക് ഇത്ര 1 മീറ്റർ ദൂരമുണ്ട്, ആ ദൂരത്തെ നോക്കാൻ പാടുള്ളൂ. ഞാനതാ പറഞ്ഞത്, ഞങ്ങളുടെ സംശയങ്ങളും ഇതിൽ ദുരൂഹത ആരോപിക്കാനുള്ള കാരണത്തിൽ ഒന്ന്, ഇത്രയ്ക്ക് വലിയ സംഭവം ഉണ്ടായിട്ട് ഞങ്ങളെ മാത്രം അങ്ങോട്ടല്ലല്ലോ ഉള്ളത്. LDF-ന്റെ ഭാഗത്തുനിന്നോ NDA-ന്റെ ഭാഗത്തുനിന്നോ ഒരു പ്രതിഷേധം പോലും വന്നിട്ടില്ല, ഒരാളോട് പോയിട്ടില്ല. അല്ല, ഞാൻ ചോദിക്കട്ടെ, സാധാരണഗതിയിൽ നിങ്ങൾ പല ഇഷ്യൂവിലും കോഴിക്കോട്ടെ NDA-നെ LDF-നെ കണ്ടവരല്ലേ നിങ്ങൾ? സാധാരണ അങ്ങനെ ചെയ്യുന്നവരാണോ? അല്ലല്ലോ. അവർക്ക് ഇതിൽ പ്രതിഷേധിക്കേണ്ട കാര്യമില്ല എന്ന് പറയുന്നിടത്താണ് ഞങ്ങളുടെ സംശയം വർദ്ധിക്കുന്നത്. അല്ല, എന്തായാലും ഏതോ തരത്തിലുള്ള അട്ടിമറിയുടെ ശ്രമം തന്നെയാണിത്. അതിൽ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിന് പങ്കുണ്ടോ എന്നുള്ള സംശയമാണ് ഓരോ വർദ്ധിച്ചിരുന്നത്. ജില്ലാക്കാരുടെ നടപടി ഞങ്ങൾക്ക് തൃപ്തിയായിരുന്നു, പക്ഷേ ഇന്നലത്തോടു കൂടി, കാരണം ഇന്നലെ വൈകുന്നേരത്തിനുള്ളിൽ നടപടി ഉണ്ടാകുന്ന കലക്ടർ ഭാഗത്ത് ഉണ്ടാകത്തോടാണ് ഞങ്ങൾ വീണ്ടും നടപടിയിട്ട് പോകുന്നത്. ആരെ 100% 2 പേരും CPM യൂണിയൻ ആളുകളാണ്. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഞാനത് അന്ന് പറഞ്ഞില്ലെന്ന് മാത്രമേ ഉള്ളൂ. റിട്ടേണിംഗ് ഓഫീസറുടെ ഭാഗത്ത് എനിക്കുണ്ടായ ദുരനുഭവം, ഞാൻ സ്ഥാനാർത്ഥികൾക്ക് ഒരു ദിവസവും മുഴുവൻ അദ്ദേഹത്തെ വിളിക്കുക, ഒരു ചെറിയ ഒരു ബോർഡ് ഷിഫ്റ്റ് ചെയ്ത് കാര്യം പറയണം, ഫോൺ എടുത്തില്ല. പിന്നീട് ഞാൻ നമ്പർ മാറ്റി വിളിച്ചപ്പോൾ അദ്ദേഹം ഫോൺ എടുക്കുന്നത്. അപ്പോൾ എൻ്റെ നമ്പർക്ക് അദ്ദേഹത്തിന് അറിയായിരുന്നു. രണ്ടാമത്തെ കാര്യം, ഒരു വിഷയം ഉണ്ടായി, നിങ്ങൾ ശ്രദ്ധയില്ല. അതായത് പയ്യോളി ഒരു ബൂത്തിൽ മാതൃഭൂമി പത്രം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഒരു ഉദ്യോഗസ്ഥയല്ലാത്ത വോട്ടറുടെ പേരിൽ പോസ്റ്റൽ ബാലറ്റ് ഇഷ്യൂഡ് എന്ന് എഴുതി. അവർ എംപ്ലോയി അല്ല, അത് തെറ്റായി മാർക്ക് ചെയ്താൽ. അവരെ വോട്ട് ചെയ്യിക്കാൻ വേണ്ടി വിളിച്ചപ്പോഴും ഇദ്ദേഹം ഫോൺ എടുത്തില്ല. അത് പക്ഷെ അന്ന് കലക്ടർ ഫോൺ എടുത്തിട്ടാണ് അവർ ടെൻഡർ വോട്ട് അനുവദിച്ചത്. അങ്ങനെ ഒത്തിരി ചില്ലറ ക്രമക്കേടുകളൊക്കെ ഞങ്ങൾ വിട്ടതാ. കാരണം എംപ്ലോയി അല്ലാത്ത ഒരാൾക്ക് പോസ്റ്റൽ ബാലറ്റ് ഇഷ്യൂ ചെയ്ത കാര്യം പോലും ഉണ്ടായിട്ടുണ്ട്. പിന്നെ അതൊരു ക്ലറിക്കൽ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അഡ്മിറ്റ് ചെയ്തതാണ്. ഏതായാലും ഈ നടപടി ഇത് വെറുതെ വിടാൻ പറ്റിയതല്ല. കാരണം കേരളത്തിലെ ജനാധിപത്യ സംവിധാനത്തിൽ സാധാരണ പൗരന് സംശയമുണ്ടാവുന്ന രീതി മാറിയേ മതിയാവുള്ളൂ. വെരിഫിക്കേഷൻ നടക്കും, അത് നടത്തണം, സംശയമില്ല. പക്ഷെ അത് നടക്കേണ്ടത് ഈ പ്രിമിസസിലല്ല. ഞാൻ ഇപ്പോഴും പറഞ്ഞല്ലോ,
ആരോ അത് വെരിഫൈ ചെയ്ത് 20-ാം തീയതിക്കുള്ളിൽ അവർക്കത് വെരിഫൈ ചെയ്തിട്ട് ഇലക്ഷൻ കമ്മീഷൻ്റെ സൈറ്റിൽ അപ്ലോഡ് ചെയ്യണം. അത് നിങ്ങൾക്കറിയാം, അത് സത്യമാണ്. പക്ഷെ അത് നടത്തേണ്ട സ്ഥലം ഇതല്ല. അത് ഞങ്ങൾ പറഞ്ഞുള്ളൂ, വെരിഫൈ ചെയ്യേണ്ടത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ശ്രദ്ധപ്പെടുന്നുണ്ടാവും. തിരുവള്ളൂരിൽ നടക്കുന്ന ഒരു അതിക്രമം. തിരുവള്ളൂരിൽ യൂസഫ് എന്നുള്ള UDF-കാരന് ആക്രമിക്കപ്പെടുകയാണ്. ആക്രമിക്കുന്ന CPM-കാരാണ്. അവനെ വടിവാൾ കൊണ്ട് വെട്ടി, കൈക്കും കാലിനും വെട്ടി, പട്ടിക കൊണ്ടടിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിച്ച് അവൻ്റെ കയ്യിലുള്ള ഫോണും 5 പവൻ സ്വർണവും മോഷ്ടിച്ചു കൊണ്ടുപോയി. അതിൻ്റെ പേരിൽ ഒരാളെ മാത്രം പോലീസ് അറസ്റ്റ് ചെയ്തു. അതിന് കൗണ്ടറായി ശ്രീജിത്ത് എന്നുള്ളൊരു CPM-കാരൻ അഡ്മിറ്റായി 2 ആളെ പേരിൽ കേസെടുക്കുകയാണ്. ഒരു സിദ്ദിഖ്, ഒരു ആഷിഖ്. ഈ ആഷിഖ് ഇപ്പോഴും അന്നും ചെന്നൈയിലാണ്, ഇപ്പോഴും ചെന്നൈയിലാണ്. സിദ്ദിഖിൻ്റെ ഭാര്യ പ്രസവിച്ച് 20 ദിവസമായിട്ടുള്ളൂ. സിദ്ദിഖ് ഇതിൽ കുറ്റക്കാരനല്ല. ആ സിദ്ദിഖിൻ്റെ വീട്ടിൽ ഇന്നലെ നടന്നത് വടകര പോലീസിൻ്റെ നരനായാട്ടാണ്. അവിടെ 20 ദിവസം പ്രായമുള്ള ആ കുട്ടിയെയും അമ്മയും ഉൾപ്പെട്ട വീട്ടിൽ പോലീസ് കെയർ നടത്തിയത് മൃഗീയമായ നായാട്ടാണ്. അവിടെ വീടിൻ്റെ ഷെൽഫുകൾ തുറക്കുന്നു, പാത്രങ്ങൾ എടുത്തെറിയുന്നു. പ്രതിഷേധിക്കാൻ വന്നവരുടെ ഉപയോഗിച്ച വാക്ക് വേണ്ടി വന്നാൽ അടിവസ്ത്രവും അടിപ്പാത്രവും ഞങ്ങൾ പരതുമെന്നാണ് വടകര പോലീസ് പറഞ്ഞിരിക്കുന്നത്. ഒരു കുറ്റം ചെയ്യാത്ത സിദ്ദിഖിൻ്റെ വീട്ടിൽ ഇന്നലെ ഉണ്ടായ പോലീസ് നരനായാട്ട് അതീവ ഗുരുതരമാണ്. ഞങ്ങൾ ആവശ്യപ്പെടുന്നു, ഇന്നലെ അവിടെ, അതായത് റെയ്ഡ് ചെയ്യുന്നതിനൊക്കെ ഒരു മാന്യതയുണ്ട്, അതിനൊരു പരമ്പരാഗത രീതിയുണ്ട്, നിയമപരമായ വ്യവസ്ഥയുണ്ട്, ഉപയോഗിക്കേണ്ട ഭാഷയിൽ നിന്ന് കൃത്യമായ നിയന്ത്രണമുണ്ട്. അപ്പോൾ എല്ലാ മര്യാദകളും ലംഘിച്ച് റെയ്ഡ് നടത്തി ഈ അശ്ലീല പദം ഉപയോഗിച്ച് അവരെ പീഡിപ്പിച്ച പോലീസ് ഉദ്യോഗസ്ഥരുടെ പേരിൽ നടപടി ആവശ്യപ്പെടുന്നു കോൺഗ്രസ്. അതായത് അതാണ് പറഞ്ഞത്. ആദ്യം യൂസഫിനെ ആക്രമിച്ച നടപടിയിൽ ഒരാളെ പേരിൽ അറസ്റ്റ് ചെയ്തു. എന്നാൽ സ്വർണവും ഫോണും മോഷ്ടിച്ചു കൊണ്ടുപോയവർക്കെതിരെയോ അതോടൊപ്പം ഉണ്ടായിരുന്ന 6 പേർക്കെതിരെയോ ഒരു നടപടിയുമില്ല, അന്വേഷണമില്ല. അവരുടെ വീട്ടിൽ പോലീസ് പോകുന്നില്ല. എന്നാൽ സിദ്ദിഖിൻ്റെ വീട്ടിൽ പോയി നിങ്ങൾ അന്വേഷിക്കണം. വളരെ ഗുരുതരമായ വിഷയമാണ്. ഏറ്റവും മോശമായ പദമുപയോഗിച്ച് ഏറ്റവും വൃത്തികെട്ട രീതിയിൽ, ഒരുപക്ഷെ കേൾവി പോലുമില്ലാത്ത രീതിയിലുള്ള അതിക്രമമാണ് ഇന്നലെ സിദ്ദിഖിൻ്റെ വീട്ടിൽ ഉണ്ടായിരിക്കുന്നത്. ഇന്നലെ സിദ്ദിഖിൻ്റെ വീട്ടിൽ പ്രവേശിച്ച മുഴുവൻ പോലീസ് ഉദ്യോഗസ്ഥരുടെ പേരിലും നടപടി പാർട്ടി ആവശ്യപ്പെടുന്നു.